ഈ ലണ്ടനിൽ കൂടുതലും അസറ്റ്സ് ഓൺ ചെയ്യുന്നത് അവിടുത്തെ കിങ് ഒന്നല്ല, പിന്നെ ഖത്തറിലെ ഒരു ഫാമിലിയാണ്. ഖത്തറിലെ ഫാമിലി? അവിടുത്തെ ഗവൺമെന്റ് അല്ലേ ഓൺ ചെയ്യുന്നത്? അല്ല, കൂടുതൽ ഓൺ ചെയ്യുന്നത് ഖത്തറിലെ ഇപ്പം ഭരിക്കുന്ന ഫാമിലിയാണ്, അൽ താനി ഫാമിലി. ഏകദേശം ഇപ്പൊ കറന്റ് 40 ബില്യൺ പൗണ്ട്സ് ആണ് അവിടെ ഇപ്പം ഓൺ ചെയ്തിട്ടുള്ളത്. അതായത് ഏകദേശം 4 ലക്ഷം കോടി രൂപന്റെ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്, അസറ്റ്സ് ആണ് അവിടെ ഉള്ളത്, ഇവർ ഓൺ ചെയ്തിട്ടുള്ളത്. അതെ, 2000 തുടങ്ങിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇപ്പൊ അതിന്റെ വാല്യൂ ആണ് ഈ പറഞ്ഞ 40 ബില്യൺ പൗണ്ട്സ് വരുന്നത്. അവർ ജസ്റ്റ് അവിടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാൻ കഴിയില്ല, എല്ലാം ഓൺ ചെയ്യാണ്. ഇനിയിപ്പോ അവരെ മൊത്തത്തിൽ വാങ്ങിക്കും. അവിടുത്തെ എയർപോർട്ട് ആണ് ലണ്ടൻ എയർപോർട്ട്, ലണ്ടൻ ഹീത്രോ ഏറ്റവും ബിസിയായിട്ടുള്ള എയർപോർട്ടാണ്. അതിൽ 20% ഓൺഷിപ്പ് ഈ പറഞ്ഞ ഫാമിലി ഇവർക്കുണ്ട്. 10 വർഷം കൊണ്ട് ഇവർ മിക്കവാറും ലണ്ടൻ വാങ്ങിക്കാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, റിയൽ എസ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ 1.8 മില്യൺ സ്ക്വയർ ഫീറ്റ് വരുന്ന റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് അവർക്ക് ഓൺ ചെയ്തിട്ടുണ്ട് ഇവർക്ക് തന്നെ. പിന്നെ ഫൈനാൻഷ്യൽ ഹബ് ആണെങ്കിലും, ഫൈനാൻഷ്യൽ ഹബ് ഏകദേശം 1 ലക്ഷം കോടി വരുന്ന ഫൈനാൻഷ്യൽ ഹബും ഇവർ അവിടെ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് മാത്രമല്ല, മൊത്തത്തിൽ ഇവര് ഇൻഡയറക്ട്ലി ആയിട്ട് എല്ലാം ഓൺ ചെയ്യാണ്. അവിടുത്തെ മെയിൻ പ്ലാൻ ഉണ്ടോ ലണ്ടൻ? കൂടുതൽ അവിടുത്തെ പല മെയിനായിട്ടുള്ള കമ്പനികളും, ബാർക്ലേ പോലത്തെ പല മെയിനായിട്ടുള്ള കമ്പനികളും ഇവർ തന്നെയാണ് അതിൽ മേജർ ഷെയർസ് ഉള്ളത്. അപ്പം ആ രീതിയിൽ അവർ ഇൻഡയറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ്ലി ലണ്ടൻ തന്നെ ഓൺ ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ആരാവും എല്ലാം ഓൺ ചെയ്യുന്നുണ്ടാവുക?